ഹായ് ഹലോ. ഇന്ന് നമ്മൾ നേരെ കൽപ്പാത്തിയിലേക്കാണ് രഥോത്സവം കാണാൻ വേണ്ടി. ഞായറാഴ്ച ഇന്ന് ലാസ്റ്റ് ഡേ ആണ്. അപ്പോൾ ഇന്ന് നമുക്ക് രഥോത്സവം കാണാമെന്ന് വിചാരിച്ച് നേരെ ഇറങ്ങി. പാലക്കാട് കൽപ്പാത്തി. ഞങ്ങൾ ചെന്ന് വണ്ടി ഉള്ളിലേക്ക് കയറില്ലായിരുന്നു, നമ്മൾ പുറത്തിട്ടിട്ട് നടക്കുകയും ചെയ്തു. നടന്ന് കുറച്ചും കൂടി വന്നപ്പോൾ തന്നെ നമുക്ക് രഥം കാണാൻ പറ്റി. ഞങ്ങൾ രാവിലെ എത്തിയിട്ട് ഒരു 8 മണിയായപ്പോൾ തന്നെ നമ്മളിവിടെ എത്തിയായിരുന്നു. അപ്പോൾ നേരെ രഥം കണ്ടു. കുറച്ച് നേരം അവിടെ കറങ്ങി. അതിന് മുമ്പിൽ നിന്നൊരു ഫോട്ടോ ഒക്കെ എടുത്തു. ഇന്ന് വൈകിട്ടാകുമ്പോൾ 3 രഥങ്ങളും ഒരുമിക്കുന്നെന്തോ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ രാവിലെ വരുന്ന വഴിക്ക് നമ്മളൊന്ന് ഇറങ്ങി മൊത്തം ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ചു. വരുന്ന വരവിൽ തന്നെ നമ്മളിവിടെ കയറി രഥങ്ങളെല്ലാം കണ്ട് അമ്പലം കണ്ടു. അമ്പലത്തിൽ കയറി ബാക്ക് സൈഡിൽ നമ്മളങ്ങനെ അമ്പലത്തിൻ്റെ അകത്തെല്ലാം കയറി. പക്ഷേ അകത്ത് നമുക്ക് ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ജസ്റ്റ് കയറി ഇറങ്ങി. പിന്നെ നമ്മൾ ആ അഗ്രഹാരത്തിൻ്റെ ഫ്രണ്ടിലൂടെയൊക്കെ നടക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ നടക്കാൻ ഇറങ്ങുമ്പോൾ തന്നെ കാണാം കുറേ വീട്ടിൽ അവർ വന്നിങ്ങനെ കോലയിടുന്നു. അരിപ്പൊടി കൊണ്ട് കോലം വരക്കുന്നതൊക്കെ നല്ലൊരു ഫീലാട്ടോ രാവിലെ അത് വന്നിങ്ങനെ കാണുമ്പോൾ. ഒരു വീട്ടിലൊന്നുമല്ല, നമ്മൾ ഈ നടന്നു പോകുന്ന എല്ലാ വീടുകളിലും ഇങ്ങനെ കോലം വരയ്ക്കുന്നൊരു കാഴ്ച നമുക്ക് കാണാൻ പറ്റും. നല്ല രസമാണ്. അത് ഭയങ്കര ഫീലാണ് രാവിലെ ആ സമയത്ത് അവിടെ നിന്ന് കാണുക എന്നുള്ളതാണ്. ഇത് ഒരു തമിഴ് ബ്രാഹ്മിൻസാണ് ഇവിടെ കൂടുതലും ഉള്ളത്. ഫുള്ള് 2 സൈഡിൽ അഗ്രഹാരങ്ങളാണ് കേട്ടോ. നമ്മൾ ഇവിടെ കൂടി നടക്കുമ്പോൾ ഒരു തമിഴ്നാട് ഫീലിംഗ് ആണ്. നമ്മളിപ്പോൾ അവിടെ നിന്ന് ഈ സൈഡുകളിൽ കടയിൽ നിന്ന് എന്തെങ്കിലും മേടിച്ച് കഴിക്കുകയാണെങ്കിൽ ആ ഒരു ഫീലാണ് കേട്ടോ. രാവിലെ ആണെങ്കിലും അത്യാവശ്യം വഴിയോര കച്ചവടമൊക്കെ ആക്റ്റീവായി തുടങ്ങിയിട്ടുണ്ട്. അത്യാവശ്യം എല്ലാം ഈ അധികം സ്ഥലങ്ങളൊന്നുമില്ല, ഈ അഗ്രഹാരത്തിൻ്റെയൊക്കെ ഫ്രണ്ടിൽ തന്നെയാണ് ഈ കച്ചവടക്കാർ ഇരിക്കുന്നത്. അവരുടേതായ കുറേ സാധനങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, പരിപ്പോട്, ചെറിയ പരിപ്പോട്, കളർ മുട്ടായി ഉണ്ട്. അതിൻ്റെ കൂട്ടത്തിലിരിക്കുന്നത് പരിപ്പോട്. ആദ്യം മുട്ടായെന്ന് വിചാരിച്ച് ഞങ്ങൾ മേടിച്ചത്, കഴിച്ചപ്പോൾ അത് പരിപ്പോട് എന്ന് മനസ്സിലായത്. പിന്നെ എല്ലാ വീടിൻ്റെ മുന്നിൽ ഇതുപോലെ കോലം വരച്ചിട്ടുണ്ട്. ചെറിയ അഗ്രഹാരങ്ങളുണ്ട്. അതിൽ തന്നെ നല്ല അത്യാവശ്യം വലിപ്പമുള്ളതുകൊണ്ട് ഇത് 2 നില വീടാട്ടത്. കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഓടിട്ട 2 നില വീട്, ചെറിയ അഗ്രഹാരങ്ങളും അങ്ങനെ എല്ലാം കൂടിച്ചേർന്ന ഒരു സ്ഥലമാണ്. എല്ലാം ഒറ്റ ലൈനിലിങ്ങനെ, ഇതെല്ലാം ഒറ്റ ലൈനിലാണെങ്കിലും ഒന്നും പാർട്ടീഷൻ ചെയ്തിട്ടില്ല കേട്ടോ. എല്ലാ വീടിൻ്റെ ചുമരും ഓരോ വീടോടും മുട്ടി നിൽക്കുന്നത്. ഉള്ളിൽ ബാക്ക് സൈഡിലേക്ക് നല്ല സൗകര്യം ഉണ്ടെന്ന് തോന്നുന്നു. നല്ല നീളത്തിൽ കിടക്കുന്നത്. ഒരുപാട് മീഡിയക്കാരുണ്ട് കേട്ടോ ഇവിടെ. നമ്മളപ്പോൾ തന്നെ ഇവിടുത്തെ കൽപ്പാത്തിൻ്റെ ഫേമസ് ആയ ഹോട്ടലാണ് കൽപ്പാത്തി, ടേസ്റ്റി കൽപ്പാത്തി എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അവിടെ കയറി ഫുഡ് കഴിക്കാമെന്ന് വെച്ചു. രാവിലെ നമ്മൾ കയറിയപ്പോൾ തന്നെ തിരക്കാണ്, ഒരു രക്ഷയില്ല, ഭയങ്കര തിരക്കാണ്. പിന്നെ ഞങ്ങൾ ഉള്ള സീറ്റിലേക്ക് നമ്മൾ ഇരുന്ന് അങ്ങനെ ദോശ, ഉഴുന്നുവട, ഫിൽറ്റർ കോഫി എല്ലാം നല്ല കൊള്ളായതുണ്ട്. നേരെ കഴിച്ച് നമ്മൾ റൂം എടുത്ത് റെസ്റ്റ് ചെയ്തിട്ട് വൈകുന്നേരം ഇനി ഇറങ്ങാമെന്നാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്.